ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് കുഞ്ഞുങ്ങൾക്ക് ഒരു ഒരു കഥ പറയാം. കഥ പറയുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു വാക്യം പഠിക്കാം കേട്ടോ. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 7-ഉം 8-ഉം വാക്യം. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്ന ഏവന് ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവൻ തുറക്കുന്നു. ഒരു ദിവസം ലാലി ഇങ്ങനെ വീടിൻ്റെ അകത്ത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ജനലിൽ കൂടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. ഭയങ്കര മഴയാണ് പുറത്ത്. ഭയങ്കര മഴ എന്ന് വെച്ചാൽ ഭയങ്കര മഴയാണ്. എന്നാൽ കുറച്ച് കുട്ടികൾ കളിക്കുന്നത് കണ്ടു. അവൾ നോക്കിയപ്പോൾ ഒരു കുഞ്ഞാണ് ഒരു പൂച്ചക്കുഞ്ഞിനെ അവർ രണ്ട് ചെറുപ്പക്കാർ പിള്ളേർ കൂടി അതിനെ കല്ല് വലിച്ചെറിയുകയും അവനെ ഓടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഓടി വന്ന് ലാലിയുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു മരത്തിൽ കയറി അവിടെ ഇരിക്കുകയാണ്. നല്ല മഴയാണ്, അത് തണുത്ത് വിറയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവർ മരത്തിലേക്ക് കല്ല് വലിച്ചെറിയാനൊക്കെ നോക്കി. അതിന് ശേഷം അവർ തിരിച്ചെല്ലാം പോയി കഴിഞ്ഞിട്ട് ഈ പൂച്ചക്കുഞ്ഞിന് വിശക്കുന്നുണ്ടായിരുന്നു. പൂച്ചക്കുഞ്ഞാണ് അത് വിശന്ന് നൊലോളിച്ചുകൊണ്ട് അത് ഈ ലാലി ഇരിക്കുന്ന വീടിൻ്റെ അവൾക്ക് പുറത്ത് ജനലിൽ കൂടെ നോക്കിയെല്ലാം കാണാം. എന്നാൽ ആ മുറിയുടെ അകത്തേക്ക് വന്ന് അവൾ ഇങ്ങനെ അവിടെ നിന്ന് മാന്തുന്നു കണ്ടു. അപ്പോൾ ഈ ലാലിക്ക് അതിനോട് സഹതാപം തോന്നിയിട്ട് ലാലി വീടിൻ്റെ മഴ നനയാതിരിക്കാൻ വേണ്ടി ആ വീടിൻ്റെ കതക് ആ പുഷിക്ക് തുറന്നു കൊടുത്തു. പുഷി അകത്ത് കയറി കഴിഞ്ഞപ്പോൾ അവളുടെ അമ്മയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, കുഞ്ഞാണ്, അതിന് വിശക്കുന്നു, അതിനെന്തെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞു. ആ അമ്മ നല്ല അമ്മയായിരുന്നു, സ്നേഹമുള്ള മനസ്സിലുള്ള അമ്മയായിരുന്നു. അമ്മ അതിന് പാല് കൊടുത്തു. ഒരു പാത്രം പാല് കൊടുത്തിട്ടും തികഞ്ഞില്ല. രണ്ടാമത്തെ പാത്രം കൊടുത്തിട്ടും തികഞ്ഞില്ല. 3 കൊച്ചു പാത്രങ്ങളിൽ പാല് കുടിച്ചു കഴിഞ്ഞപ്പോൾ അതിന് വലിയ സന്തോഷമായി. അത് അവളുടെ കാലിൽ നക്കുകയും അതിൻ്റെ നന്ദി പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അമ്മയ്ക്ക് സന്തോഷമായി. അപ്പോൾ അമ്മ പറഞ്ഞു, ഇങ്ങനെ മനുഷ്യരോടും അതുപോലെ തന്നെ മൃഗങ്ങളോടും മനസ്സലിവ് ഉണ്ടാകുന്നത് അത് നല്ലതാണ്. ദൈവത്തിൻ്റെ സ്വഭാവമാണ് മനസ്സലിവ്. അത് നമ്മളിലുണ്ട്, നല്ലതാണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവളോട് അവളുടെ അമ്മ എപ്പോഴും ദൈവത്തിൻ്റെ വചനങ്ങൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ എപ്പോഴും പറയായിരുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും എന്ന് ഈ മമ്മി പറഞ്ഞു കൊടുക്കുകയും അവൾ കാണാപ്പാഠം പഠിക്കുകയൊക്കെ ചെയ്യുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ അവൾ മമ്മിയോട് ചോദിച്ചു, മമ്മി, ഞാൻ ഈ പുഷി വന്ന് എൻ്റെ വാതിൽക്കൽ മുട്ടിയപ്പോൾ ഞാൻ അതിന് തുറന്നു കൊടുത്തു. എന്നിട്ട് അതിന് പാലും വേണ്ടതെല്ലാം കൊടുത്തു. ഞാനും കർത്താവിനോട് മുട്ടിയാൽ എൻ്റെ ഹൃദയത്തിലേക്ക് കർത്താവ് വരുമോ? മാത്രമല്ല, കർത്താവ് അപ്പച്ചൻ്റെ വീട്ടിലേക്ക് ഞാൻ മരിച്ചു കഴിയുമ്പോൾ എന്നെ കൊണ്ടുപോവുകയും ചെയ്യുമോ? അപ്പച്ചൻ്റെ വീട് എനിക്ക് വേണ്ടി തുറന്നു തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ 2 കാര്യം അവൾ ചോദിച്ചു. ഒന്ന്, എൻ്റെ ഹൃദയം തുറന്നാൽ എൻ്റെ യേശുപ്പച്ചൻ്റെ ഹൃദയത്തിലേക്ക് വന്ന് എന്നെ യേശുപ്പച്ചയുടെ മകളാക്കുമോ എന്നും. രണ്ടാമത്, ഞാൻ യേശുപ്പച്ചയോട് ചോദിച്ചാൽ യേശുപ്പച്ചയുടെ വീട്ടിൽ ഞാൻ മരിച്ചു കഴിയുമ്പോൾ, ഇപ്പോൾ ഞാൻ കുഞ്ഞാണ്, ഞാൻ മരിച്ചു കഴിയുമ്പോൾ യേശുപ്പച്ചയുടെ വീട്ടിൽ എന്നെ കൊണ്ടുപോകുമോ എന്ന് അവൾ ചോദിച്ചു. അപ്പോൾ നമ്മുടെ വാക്യം നമ്മൾ നമ്മൾ യാചിപ്പീൻ എന്നാൽ കിട്ടും, മുട്ടുവീൻ എന്നാൽ തുറക്കും. അപ്പോൾ ആ അമ്മ പറഞ്ഞു, മോനെ, ആരെങ്കിലും ദൈവത്തോട് യേശു കർത്താവേ, എൻ്റെ പാവങ്ങൾ ക്ഷമിക്കണമേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ യേശുപ്പച്ച അവരുടെ ഹൃദയത്തിലേക്ക് വന്ന് അവരെ ദൈവത്തിൻ്റെ മകളാക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ലാലിക്ക് ഒത്തിരി സന്തോഷമായി. അവൾ പറഞ്ഞു, യേശു കർത്താവിനോട് കണ്ണടച്ചിട്ട് പറഞ്ഞു, കർത്താവേ, എൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന് എന്നെ ഇന്ന് അങ്ങയുടെ മകളാക്കണമേ. അതിനുശേഷം അവൾ ഒന്നും കൂടെ പ്രാർത്ഥിച്ചു, യേശുപ്പച്ച, ഞാൻ മരിച്ചു കഴിയുമ്പോൾ അങ്ങയുടെ ഭവനത്തിലേക്ക്, അങ്ങയുടെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോകണമേ.
അപ്പോൾ അവളത് വിശ്വസിച്ചു. അവൾ ആമേൻ പറഞ്ഞു. എന്നിട്ട് അവൾ പറഞ്ഞു, ഞാൻ യേശുപ്പച്ചയുടെ മകളായ യേശുപ്പച്ചൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. ഇനി ഞാൻ യേശുപ്പച്ചയുടെ മകളായിട്ട് ജീവിക്കുമെന്ന് അവൾ പറഞ്ഞു. അതുകൊണ്ട് പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ എപ്പോൾ മരിക്കും, എപ്പോൾ ഈ ലോകം, എപ്പോൾ കർത്താവ് വരും എന്നൊന്നും അറിയത്തില്ല. എന്നാൽ ഒരു കാര്യം നിശ്ചയമാണ്, കർത്താവ് വരും, തൻ്റെ മക്കളെ ചേർത്തുകൊള്ളും. അതിനു മുമ്പായിട്ട് നമ്മുടെ ഹൃദയം കർത്താവിന് കൊടുക്കണം. എങ്കിൽ നമ്മൾ ഈ ലോകം വിട്ട് കഴിയുമ്പോൾ കർത്താവ് അപ്പച്ചൻ്റെ ഭവനത്തിലേക്ക് അവൻ നമ്മളെ കൊണ്ടുപോകും. അങ്ങനെയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞു ഹൃദയത്തിൽ തുറന്നു കൊടുത്തിട്ട്, കർത്താവെ, ഞാൻ പാപിയായ എനിക്ക് അങ്ങേ വേണം, ഞാൻ എൻ്റെ ഹൃദയം അങ്ങേക്ക് തുറന്നു തരുന്നു, അങ്ങേൻ്റെ ഹൃദയത്തിലേക്ക് വന്ന് എന്നിൽ വസിക്കണമേ, എന്നെ അങ്ങയുടെ മകളാക്കണമേ എന്ന് അപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ നാം കർത്താവിൻ്റെ മക്കളായിട്ട് തീരും. ഈ ലോകത്തിലെ കർത്താവിൻ്റെ മക്കളായിട്ട് ജീവിപ്പാൻ സഹായിക്കും. വരുന്ന ദിവസങ്ങളിൽ അങ്ങനെ കുഞ്ഞുങ്ങളിൽ ആരെങ്കിലും രക്ഷിക്കപ്പെടാത്തവരായിട്ട് ഇത് കേൾക്കുന്നവരുണ്ടെങ്കിൽ ഈ കർത്താവിനെ സ്വന്തം രക്ഷകനായിട്ട് സ്വീകരിച്ച് ദൈവത്തിൻ്റെ മക്കളാകുവാനും സന്തോഷത്തോടുകൂടി ജീവിപ്പാനും കർത്താവ് സഹായിക്കട്ടെ. അമ്മയും മോളും വളരെ സന്തോഷത്തോടുകൂടെ അന്ന് അവരുടെ ഭവനത്തിൽ അവർ കർത്താവിനെ പാടി സ്തുതിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഈ നല്ല സമയത്തിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ വചനത്തിൽ നിന്ന് ഞങ്ങൾക്ക് തന്ന വാക്യത്തിനായിട്ട് സ്തോത്രം, ഞങ്ങൾക്ക് തന്ന കഥയ്ക്കായിട്ട് സ്തോത്രം. കർത്താവ്, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ മനസ്സിലുള്ളവരായിട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ, ഞങ്ങളുടെ തെറ്റുകളെ ക്ഷമിക്കണമേ. കർത്താവിന് മഹത്വമുള്ളവരായിട്ട് ജീവിപ്പാൻ സഹായിക്കണമേ. എല്ലാം കർത്താവിൻ്റെ നാമത്തിൽ താഴ്മ വിനയമായിട്ട് അപേക്ഷിക്കുന്നു. ആമേൻ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ബെല്ലൈക്കണിൽ കൈ അമർത്തുമ്പോൾ ഓൾ എന്ന പ്രൊവിഷനിലും കൂടെ കൈ അമർത്താൻ മറക്കരുത്. ഓക്കെ കുഞ്ഞുങ്ങളെ, ബൈ ബൈ. May God bless you all.